പേരാമ്പ്രയിലെ പോലീസ് അതിക്രമം ആസൂത്രിതമെന്ന് ഷാഫി പറമ്പിൽ എംപി. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പലയിടത്ത് വെച്ച് മർദ്ദിച്ചു. അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചത്. ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിൽ ലാത്തിയും ഗ്രനേഡും ഉണ്ടായിരുന്നുവെന്നും മർദ്ദിച്ച പോലീസുകാരൻ അടക്കമുള്ളവരെ 2023 പോലീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും ഷാഫി പറയുന്നു. ഷാഫിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് തത്സമയം. 8-ാം തീയതി പുലർച്ചെയാണ് ബോംബ് എറിയുന്നത്. 8-ാം തീയതി രാത്രി തന്നെ പോലീസ് എഫ്ഐആർ ഇട്ടു. 8-ാം തീയതി വൈകിട്ട് തന്നെ പോലീസ് എഫ്ഐആർ ഇട്ടു. വീട്ടിലേക്ക്, കുഞ്ഞു കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് സബ്സ്റ്റൻസും എവിഡൻസും മുഴുവൻ കാര്യങ്ങളും ഉണ്ടായിട്ട് പോലീസ് എഫ്ഐആർ ഇട്ടു. ഇന്നേ വരെ ഒരു കൊല്ലവും മാസങ്ങളുമായി ഈ പോലീസ് ഒരാളെ പോലും, ഒരു വീടിനകത്തേക്ക് ബോംബ് എറിഞ്ഞിട്ട് ഒരാളെ പോലും ഈ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ കേസിൽ പോലും അന്നത്തെ ദിവസം തന്നെ എഫ്ഐആർ ഇട്ടു. വേണോട്ട RMP പ്രവർത്തകനായ കക്കട്ടിലെ പൊക്കേട്ടിന്റെ വീട്ടിലേക്ക് അതിന്റെ ശേഷം ബോംബെറിഞ്ഞു. അവരുടെ വീടിന്റെ ചില്ല് തകർന്ന് ഇത് അകത്തേക്ക് ചെന്നു. ഉള്ളിൽ വലിയ സ്ഫോടനം ഉണ്ടായി. ചെറിയ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന അവരുൾപ്പെടെയുള്ള ആളുകൾ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഓടി കട്ടിന്റെ അടിയിലൊക്കെ ഒളിക്കുന്ന തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കുട്ടികൾ താമസിക്കുന്ന വീടിനകത്തേക്ക് ബോംബെറിഞ്ഞു. അന്ന് തന്നെ പോലീസ് എഫ്ഐആർ ഇട്ടു. രാത്രി 2:42 വിവരം ലഭിച്ചത് 1:55. എഫ്ഐആർ ഇട്ടത് 2:42 എഫ്ഐആറിലുണ്ട്. ഇതുവരെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ആ പോലീസാണ് 10-ാം തീയതി ബോംബ് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് 13-ാം തീയതി ഒരു എഫ്ഐആർ ഉണ്ടാക്കിയിട്ട് ആ കഥക്കനുസരിച്ചിട്ട് ഞങ്ങളെയൊക്കെ അതിനകത്ത് പ്രതി ചേർക്കാൻ ആഗ്രഹിച്ച് 5-8 പേരെ ഇപ്പോൾ റിമാൻഡിൽ തള്ളിയിട്ടുള്ളത് കള്ള കേസ് ഉണ്ടാക്കിയിട്ട്. ഈ കാര്യത്തിൽ നിരവധി പരാതികൾ ഞങ്ങൾ കൊടുത്തതാണ്, സമരങ്ങൾ ഞങ്ങൾ നടത്തിയതാണ്, IG-യെ കണ്ടതാണ്. എന്തേ ബോംബ് കേസിൽ പോലീസ് ആരെയും അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത്? അപ്പൊ പോലീസിന്റെ പണിയെടുക്കണം, അല്ലാതെ CPM-ന്റെ പോഷക സംഘടനയുടെ പണി പോലീസ് എടുത്ത അത് പേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലിരിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറല്ല എന്ന് വിനയത്തോടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാടകങ്ങൾ ഇതിന്റെ പിന്നിൽ നടത്തുന്ന ആളുകൾ, നിങ്ങളുടെ ശ്രദ്ധയെ ഇവർ നടത്തുന്ന കൊള്ളയിൽ നിന്ന് തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല തട്ടിപ്പ് തന്നെയാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പോകരുത്. CPM പ്രവർത്തകരോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വടകരയിലെ ജനങ്ങളോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരാളും വടകരയിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു ഇടപെടലും നടത്താൻ ആഗ്രഹിച്ചിട്ടുള്ളവരല്ല, ആഗ്രഹിക്കുന്നവരല്ല, നാളെ ആഗ്രഹിക്കുകയുമില്ല, അങ്ങനെ ചെയ്യേയില്ല. നിങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പ്രവർത്തകരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പോലീസിന്റെ യഥാർത്ഥ മുഖം നിങ്ങളും തിരിച്ചറിയണം. ആരാണ് നാടിന്റെ സമാധാനത്തെ കെടുത്തുന്നത് നിങ്ങളും തിരിച്ചറിയണം. അവർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് ഈ ഇൻസിഡൻസിന്റെ സത്യാവസ്ഥ പല ഘട്ടങ്ങളിലായി പുറത്തു കൊണ്ടുവന്നവരിൽ നിങ്ങളുമുണ്ട്. നിങ്ങൾ നടത്തിയ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തെ, ഇതുപോലൊരു ചെറുപ്പക്കാരനെ ആക്കുന്ന ക്രൂരതയെ, പോലീസ് ക്രൂരതയെ, അതിന്റെ പേരിൽ ഒരു നടപടി എടുക്കാത്ത പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനെ, അതിനാ നിലക്ക് തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശക്തമായ രാഷ്ട്രീയം, നിയമപരമായ പോരാട്ടം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഈ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൈമാറാൻ പോവുകയാണ്. അതവിടെ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടർ സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുണ്ടാക്കിയ ബോംബ് ഉൾപ്പെടെയുള്ള കള്ളക്കേസുകൾ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന തെളിവുകളും ഞങ്ങൾ കൈമാറാൻ പോവുകയാണ്. ബോംബിന്റെ വിഷ്വൽ കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് നിങ്ങൾ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അത് പുറത്തുവിട്ടതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്. ശേഷിക്കുന്ന കുറച്ചും കൂടെ കാര്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ട് മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കും. പിന്തുണയുമായി വന്ന കേരളത്തിലെ ഷാഫി പറമ്പിൽ എംപിയാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിലെ പോലീസ് അതിക്രമത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് എംപി ഉന്നയിക്കുന്നത്.
പോലീസിന്റെ പണി ചെയ്യണമെന്നും CPIഎമ്മിന്റെ പോഷക സംഘടനയുടെ പണിയല്ല ചെയ്യേണ്ടത് എന്നും പേരാമ്പ്രയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് എന്നും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസിന് നേരെ UDF പ്രവർത്തകർ ബോംബെറിഞ്ഞു, കോൺഗ്രസ് പ്രവർത്തകർ ബോംബെറിഞ്ഞു എന്ന ഒരു കഥ മെനഞ്ഞത് എന്നുമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത്. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് പലയിടത്ത് വെച്ച് മർദ്ദിച്ചത്. അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് അടക്കം എടുത്തു പറയുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ ലാത്തിയും ഗ്രനേഡും ഉണ്ടായിരുന്നു എന്നും മർദ്ദിച്ച പോലീസുകാരൻ അടക്കമുള്ളവരെ 2023 സസ്പെൻഡ് ചെയ്തിരുന്നു എന്നുമാണ് ഷാഫി പറയുന്നത്.